ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വെള്ളിയാഴ്ചയായിട്ട് അമ്പലത്തിൽ പോവാണ്. അല്ലെങ്കിൽ അമ്പലത്തിൽ പോകാൻ വെള്ളിയാഴ്ച നല്ലതാണല്ലോ. ഇതൂട്ടം കുറച്ചു നേരം അമ്മയുടെ ഇലയിലായിരുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോൾ കുറച്ചു നേരം നടക്കാനായി. ഇവിടെ ആകുമ്പോൾ കുറച്ച് സൈഡൊക്കെ ഉണ്ട് നടക്കാൻ. ഒരൊറ്റ വളവ് കഴിഞ്ഞ അമ്പലമാണ്. നമുക്ക് വീട്ടിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ. അങ്ങനെ അമ്പലം എത്തി. അമ്മ 4-5 വർഷമായിട്ട് വെള്ളിയാഴ്ച നോമ്പ് എടുക്കുന്നുണ്ട്. മാസത്തിലെ ഒരു വെള്ളിയാഴ്ച വ്രതമായിരിക്കും. കുറച്ച് ദിവസമായിട്ട് നല്ല മഴയായിരുന്നല്ലോ. അതിനുശേഷം ഇന്നാണ് ഒരു ഇച്ചിരി വെയിൽ കാണുന്നത്. അതെന്തായാലും കാര്യമായി. ഋതുട്ടനാണ് ഇതുപോലെ ഓരോ എടുത്ത് പോകുന്നതൊക്കെ ഇപ്പൊ വലിയ ഇഷ്ടമാണ്. ആ കൈയൊന്ന് വിട്ടാൽ ജെറ്റ് പോകുന്ന പോലെ ഓടുന്നത്. പിന്നെ കുറച്ച് വഴിപാട് രസീതൊക്കെ എഴുതിക്കാനുണ്ടായിരുന്നു. കൂടാതെ ഋതുട്ടൻ ഒരു ചരടും ജപിക്കണമായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് അമ്മ വിളക്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലായി. ഈ വിളക്കും കൊണ്ട് 5 തവണ പ്രദക്ഷിണം വെക്കും. എനിക്കും ആദ്യത്തിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് വിളക്കെടുക്കുന്നത് കാണുന്നത്. സാധാരണയായിട്ട് അമ്മ അമ്പലത്തിൽ പോയി ചെയ്യാറാണ് പതിവ്. ഇന്ന് ഞാൻ ഋതുട്ടനും കൂടി ഇറങ്ങി. ഋതുട്ടനാണ് ഇടയ്ക്കിടയ്ക്ക് അമ്മമ്മേ ചൂടാ എന്ന് പറയുന്നുണ്ടായിരുന്നു. ചെറിയ കെയറിംഗ് ആണേ. ഇതേ ഋതുട്ടൻ തന്നെ വിളക്ക് എവിടെ കണ്ടാലും കൈയും കൊണ്ട് പോകും. അപ്പൊ ഈ പറയുന്ന കെയറിംഗ് ഒന്നുമില്ല. അങ്ങനെ അമ്മ വലം വെക്കുന്നതിന്റെ കൂടെ ഞാൻ ഋതുട്ടനും കൂടി നടന്നു. കുറച്ചുനേരം എടുത്തു, കുറച്ചുനേരം നടന്നു. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ അമ്പലത്തിലെ ശാന്തിയമ്മ. വർഷങ്ങളായിട്ട് ഭഗവാന്റെയും ഭഗവതിയുടെയും കാര്യങ്ങളൊക്കെ ശാന്തിയമ്മയും കൂടിയാണ് നോക്കുന്നത്. ഇത് നമ്മുടെ തിരുമേനിയാണ്. തിരക്കിലാണെങ്കിലും എന്റെ വീഡിയോയ്ക്ക് ഒന്ന് പോസ്റ്റ് ചെയ്തതാണ്. നമ്മുടെ കൊച്ചു ചാനലിൽ കിടന്നോട്ടെ എല്ലാവരും. പിന്നെ ഇന്നൊരു കുഞ്ഞു മോന്റെ ചോറൂൺ ഉണ്ടായിരുന്നു. ഭഗവാന്റെ നിവേദിക്കലൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ചോറൂണ്. അതിന്റെ വെയിറ്റിംഗിലാണ് വാവ. ചേച്ചിയുടെ കയ്യിലിരുന്ന് കളിക്കുകയാണ്. ഋതുട്ടൻ നോക്കുമ്പോൾ ഒരുപാട് ചേച്ചിമാരും ചേട്ടന്മാരും കുഞ്ഞുവാവയൊക്കെ ഇരിക്കുന്നു. അവന് പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അങ്ങനെ ക്ഷേത്രം അടച്ച് തിരുമേനി നിവേദിക്കുന്ന ടൈമിൽ ഞങ്ങൾ പുറത്തുള്ള എല്ലാ ഭഗവാന്മാരെയും ഋതുട്ടൻ അല്ലെങ്കിൽ കണ്ണന്റെ അടുത്ത് വരുമ്പോൾ കുറച്ച് കുസൃതി കൂടുതലാണ്. അപ്പൂപ്പൻ തൊഴാൻ പറഞ്ഞ് സഹായിക്കുകയാണ്. അവൻ ഉടനെ കാലെടുത്ത് വെച്ചു. കുഞ്ഞുങ്ങൾക്ക് അറിയില്ലല്ലോ. അമ്മ തൊട്ട് തൊഴുവാൻ പറയാണ്. പിന്നെ നിവേദിക്കല് കഴിയും വരെ ഋതുട്ടൻ അവിടെ ഇവിടെ ഓടി നടന്ന് കളിക്കുകയായിരുന്നു. അമ്മയാണെ പിറകെയും നടക്കുകയാണ്. ഇവനീ കിടക്കുന്ന മെറ്റലൊക്കെ പറക്കാൻ തുടങ്ങി. അങ്ങനെ നിവേദിക്കല് കഴിഞ്ഞിട്ട് ദീപാരാധനയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ആ കുഞ്ഞുവാവിക്ക് ചോറ് കൊടുക്കുകയാണ്. ബോയിയാണ് കേട്ടോ. അവൻ കരഞ്ഞൊന്നുമില്ല. അപ്പൊ അമ്മ പറയായിരുന്നു, എന്റെ അനിയൻ ആദിത്യൻ ഭയങ്കര കരച്ചിലായിരുന്നെന്ന്. മുളക് പൊടിയും പുളിയും ഉപ്പും ഒക്കെ തൊട്ട് കൊടുത്തിട്ടും അവന് യാതൊരു മാറ്റവും ഇല്ലായിരുന്നു. ആദ്യമായിട്ട് കുറച്ച് ആഹാരം കിട്ടിയതല്ലേ, അവനെ ആസ്വദിച്ച് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലായിടവും തൊഴുത് ഇനിയിപ്പോ വീട്ടിലേക്ക് ഇറങ്ങാം. ഇയാളെ സ്വന്തമായിട്ട് ചെരുപ്പിടാൻ നോക്കുകയാണ്. ഋതുട്ടന്റെ മോൻ കണ്ടിട്ട് പേടിക്കാൻ അപ്പൂപ്പൻ കുറി തൊട്ട് കൊടുത്തതാണ്. പിന്നെ ഞങ്ങൾ വീട്ടിൽ കയറുന്നതിന് മുന്നേ ഗുരുബന്ധനത്തിലൊക്കെ വന്നു. അവന്റെ ഫേവററ്റ് സ്പോട്ടാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാൻ. ടാറ്റാ.